sis, welcome back to Rose Malayalam. I am going to say video എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഒരു ടിപ്പ് ആണ്. നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നീറും. എനിക്കും ഉണ്ട് എക്സ്പീരിയൻസ്. അപ്പോൾ ഞാനൊരു 10-15 വർഷത്തോളം 10 വർഷം എന്തായാലും ചെയ്ത ഒരു ടിപ്പാണ്. നമ്മുടെ കസ്തൂരി മഞ്ഞളിനെ വെള്ളത്തിൽ മിക്സ് ചെയ്യാതെ ഓയിലിൽ മിക്സ് ചെയ്യും. അപ്പോൾ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലാണ് ഞാൻ കൂടുതൽ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ മിക്സ് ചെയ്യാവുന്നതാണ്. ഞാൻ ഒലിവ് ഓയിൽ മിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കൂടുതൽ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസിൽ നീറ്റലുണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യും കേട്ടോ. എനിക്ക് ആ നീറ്റൽ സഹിക്കാൻ പറ്റുന്ന ടൈമിലൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നാൽ കണ്ണിൽ കൂടെയൊക്കെ വെള്ളം വരും, ഫേസ് നന്നായിട്ട് റെഡ് ആകും. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓയിലിൽ മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് നീറ്റലുണ്ടാകത്തില്ല. നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിത് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇത്രയും മഞ്ഞൾ എടുക്കത്തില്ല. കുറച്ച് കസ്തൂരി മഞ്ഞളും കുറേ ഓയിലും ആയിട്ട് ഒരു ബോട്ടിലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കും. മിക്സ് ചെയ്ത് വെച്ചേക്കും. അത് ഞാൻ ഫേസ് ബോഡിയിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ ബോഡിയിൽ ഫുൾ ഓയിൽ അപ്ലൈ ചെയ്ത് നല്ലതാണ് കേട്ടോ. അടിയുള്ളപ്പോൾ ചെയ്യില്ല. വെള്ളത്തിൽ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങും. കേട്ടോ, എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ DIYയിൽ കണ്ടു ഞാൻ കസ്തൂരി മഞ്ഞൾ മിക്സ് ചെയ്തിട്ടുള്ള DIYs കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ ഫേസ് ചുവന്നിരിപ്പുണ്ടായിരിക്കും. കസ്തൂരി മഞ്ഞളിന് ഒരു ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പിമ്പിൾസിനെയൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ, ടാൻ അതൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നല്ല യങ്ങായിട്ടൊരു സോഫ്റ്റ്നെസ് വരും. ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല, മടിച്ചിട്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ഉള്ള ഡിഫറൻസ് എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു ഫൈൻ ലൈൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. യങ് സ്കിന്നായിട്ട് തന്നെ ഇരിക്കും. സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ അപ്ലൈ ചെയ്താൽ എനിക്ക് ഇത്രയും മഞ്ഞൾ ഒട്ടും ഇടാൻ പറ്റത്തില്ല. ഇതിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കൂളായിട്ടിരിക്കുന്നുണ്ട്. മറ്റേത് കണ്ണിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും ഇവിടെയൊക്കെ ഇടുമ്പോൾ തന്നെ. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. കാരണം ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആകത്തോ വലിഞ്ഞു മുറുകത്തോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണാം. ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് നമ്മുടെ ഈ ഓയിലുള്ളത് കൊണ്ട് നമുക്ക് നോർമൽ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്താൽ ഓയിലി ആയിട്ടിരിക്കും നമ്മുടെ സ്കിന്ന്. അവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ ഒരു കടലമാവ്, മുൾട്ടാണി മട്ടി ഇങ്ങനെ എന്തെങ്കിലും ഒരു മൈൽഡ് ക്ലെൻസർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ഫുൾ പോകത്തില്ല കേട്ടോ. നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും എൻ്റെ ഫേസ് റെഡ് ആയിട്ടില്ല കേട്ടോ. വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് എരിച്ചിട്ട് ഇങ്ങനെ വീശി നടക്കും. അത്രയ്ക്ക് എരിച്ചിലും പുകച്ചിലും കണ്ണിൽ നിന്ന് വെള്ളം വരലും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓയിലിനോട് പ്രശ്നങ്ങളൊന്നുമില്ല, അലർജിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അടുത്തൊരു കുഞ്ഞു ബിലൊക്കെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇനി ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും മിസ് ചെയ്യാൻ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതെ